സംസ്ഥാനത്ത് വാഹനങ്ങൾ നിരീക്ഷിക്കാൻ ഓൺലൈൻ സംവിധാനവുമായി മോട്ടോർ വാഹന വകുപ്പ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ നികുതി അടയ്ക്കാതെയും പെർമിറ്റ് ഇല്ലാതെയും സംസ്ഥാനത്ത് പ്രവേശിച്ചാൽ പിടിവീഴും. GST വകുപ്പിന്റെ ക്യാമറ നിരീക്ഷണ ദൃശ്യങ്ങൾ വാഹൻ സോഫ്റ്റ്വെയറിൽ ലൈവായി കൈമാറും. സംസ്ഥാനം വിടും മുൻപ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വാഹനം പിടികൂടി പിഴ ഈടാക്കുന്ന രീതിയിലാണ് സംവിധാനം. എന്നാൽ പരിശോധന ചടങ്ങായി മാറുമെന്നാണ് MVD ഉദ്യോഗസ്ഥർ പറയുന്നത്. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതുമൂലം വകുപ്പ് കടുത്ത പ്രതിസന്ധിയിലാണെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. അഷിൻ ഡിയാഗോ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് അഷിൻ ഡിയാഗോ. വാഹനങ്ങൾ നിരീക്ഷിക്കാനായിട്ടുള്ള വിവരങ്ങൾ അപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള സംവിധാനം കൊള്ളാം, പക്ഷേ നടപ്പാക്കാൻ ആവശ്യത്തിന് ജീവനക്കാരുണ്ടോ? ഗുഡ് ഈവനിംഗ് സുജിയ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അഴിമതികൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ ചെക്ക് പോസ്റ്റുകൾ നേരത്തെ അവസാനിപ്പിച്ചിരുന്നു. പിന്നീട് GST വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ വഴി മാത്രമായിരുന്നു പരിശോധന. ഇപ്പോൾ അതിന് ഒരു പുതിയ ഓൺലൈൻ സംവിധാനം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ GST വകുപ്പിന്റെ ഈ ക്യാമറകൾ വഴി വരുന്ന ആ ദൃശ്യങ്ങൾ നേരിട്ട് തത്സമയം തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹൻ ആപ്പിലേക്ക്, വെബ്സൈറ്റിലേക്ക്, സോഫ്റ്റ്വെയറിലേക്ക് ഇത് കൈമാറും. ഇത് പിന്നീട് തുടർന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഏതൊക്കെ വാഹനങ്ങൾക്കാണ് പെർമിറ്റ് ഇല്ലാത്തത്, ഏതൊക്കെ വാഹനങ്ങൾക്ക് ടാക്സ് ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഈ അടുത്തു തന്നെ വാഹന പരിശോധന നടത്തുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ഈ സന്ദേശം കൈമാറുന്നതാണ് ഈ ഒരു പുതിയ രീതി എന്നുള്ളതാണ്. ഇവർ ഈ സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്നു പോകുന്നതിന് മുൻപ് തന്നെ പിഴ ഈടാക്കാനുള്ള സംവിധാനവും നിലവിൽ വരികയും ചെയ്യും. ഒരർത്ഥത്തിൽ ഇത് നല്ലൊരു കാര്യമാണെങ്കിൽ പോലും ഇതിന് പോരായ്മകളുണ്ട് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് എൻഫോഴ്സ്മെന്റ് നടപടികൾ നടത്തണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിലുള്ള ഉദ്യോഗസ്ഥർ മോട്ടോർ വാഹന വകുപ്പിലില്ല എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലൂടെ നമ്മുടെ ടാക്സ് അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ മാത്രം, പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന കുറ്റകൃത്യങ്ങൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഈ ഓൾ ഇന്ത്യ പെർമിറ്റ് വാഹനങ്ങളിൽ ചിലതൊക്കെ അമിത ലോഡ് വഹിച്ച് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. നിയമപ്രകാരം അതിനും പിഴ ഈടാക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു സംവിധാനം നടപ്പിലായാൽ അത് നടക്കില്ല. കാരണം ഈ ക്യാമറ നിരീക്ഷണത്തിൽ വരുന്ന ദൃശ്യങ്ങളിൽ നമുക്കതിൻ്റെ ഫിറ്റ്നസും അതുപോലെ തന്നെ മറ്റ് വിവരങ്ങൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എത്ര ഭാരം ആ വാഹനത്തിനുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകില്ല. മറ്റൊരു പ്രധാനപ്പെട്ടത്, പല ഓൾ ഇന്ത്യ ബസ്സുകളിലും ഇത്തരത്തിലുള്ള സംവിധാനമാണ്. സീറ്റുകൾ അതിൽ കൃത്രിമം നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം 17 സീറ്റുള്ള ബസ്സുകളിലാണെങ്കിൽ അതിൽ കൂടുതൽ സീറ്റുകൾ ഘടിപ്പിച്ച് ആളുകളെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനും പ്രത്യേകം ടാക്സ് ഈടാക്കേണ്ടതുണ്ട്. പക്ഷേ ഈ സീറ്റുകളിൽ കൃത്രിമം കാണിക്കുകയാണെങ്കിൽ വാഹൻ സോഫ്റ്റ്വെയറിലേക്ക് ഇത് കൃത്യമായി ഓൺലൈനിലൂടെ തന്നെ അറിയിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ്, നിരീക്ഷണ സംവിധാനമാണ് MVD ഒരുക്കുന്നത്.